ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കുടിയേറി പാർക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് പത്രോസ് ലേഖനങ്ങളിൽ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയോട് അസൂയ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഒരു വ്യക്തിക്ക് വിരോധമായിട്ട് നുണ പറയുന്നെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ദൈവ പൈതലെന്ന് അവകാശം പറയുകയും ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് അവകാശം പറയുകയും യേശുക്രിസ്തുവുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ജീവിതം നയിച്ചിട്ട് ഞാൻ നിത്യതയിൽ പോകുമെന്ന് പറയുന്നതിനകത്ത് പ്രിയരെ ഒരു കഴമ്പും അതിനകത്തില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെയാകാൻ ആത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ചിലതൊക്കെ വിട്ടുകളയാൻ, വചനത്തെ അകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് അസൂയയും നുണയും ചതിയും ഒക്കെ കളഞ്ഞിട്ട് ബാലൻസ് നിൽക്കുന്ന ജീവിതം, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഓടും എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ